ഹലോ എവരിവൺ, എൻ്റെ പേര് ആതിര. ഞാൻ PWDയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഷിൻഡോ സാറിൻ്റെ ഹോളിമാത അക്കാദമിയിലാണ് PSC കോച്ചിങ് നടത്തിയിരുന്നത്. ഞാൻ 2015 ബിടെക് പാസ് ഔട്ടായത്. അതിന് ശേഷം ഞാൻ പ്രൈവറ്റായിട്ടും ഗവൺമെൻറ് സെക്ടറിൽ ടെമ്പററി ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് വരികയായിരുന്നു. ഇപ്പോൾ ഒരു 2019 ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സർക്കാർ ജോലി വേണം, പെർമനൻ്റ് ആയിട്ടൊരു ജോലി വേണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എവിടെ PSC കോച്ചിങ്ങിന് പോകണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ അറിവനുസരിച്ച് കുറേ വർഷങ്ങളോളം കോച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ആണ് സർക്കാർ ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ PSC ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു എൻ്റെ അറിവായിരുന്നത്. അപ്പം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഷിൻഡോ സാറിനെ പറ്റി പറഞ്ഞത്. സാറിന് നല്ല കോച്ചിങ് ആണെന്നും നമുക്ക് നല്ല ഗൈഡൻസ് തരുമെന്നും ഒക്കെ ചേച്ചി പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ സൺഡേ ബാച്ചിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ സൺഡേ ബാച്ചിന് ജോയിൻ ചെയ്യാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഷിൻഡോ സാറിൻ്റെ ആലുവ സെൻറ്ററിലാണ് ജോയിൻ ചെയ്തത്. അപ്പം അന്ന് അവിടെ സൺഡേ ക്ലാസ് സാറല്ലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും സാർ മിക്കവാറും സൺഡേ ക്ലാസ്സുകളിൽ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്നും സാറ് വന്നിരുന്നു. അപ്പം ആ സമയത്ത് കുറേ കുട്ടികൾ ഇതുപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചാലും വിപരീതമായിട്ട് സാർ അന്ന് ഇത് ഒരു നേരം പോക്കിന് വന്നിരിക്കണവർ കണ്ടിന്യൂ ചെയ്യേണ്ടതില്ല, ഇവിടെ പറയുന്ന രീതിയിൽ തന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഒരു ബിടെക്കിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ സെൻറ്ററൊക്കെ പോലെയുള്ള ഒരു പ്രതീതിയാണ് അന്ന് കിട്ടിയത്. സാർ ആ രീതിയിലായിരുന്നു സംസാരിച്ചത്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു സംസാരിച്ചത്. അപ്പോൾ ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നെങ്കിൽ എന്നാലും ജോലി കിട്ടാനല്ലേ പഠിക്കാനല്ലേ എന്ന് എഴുതിയിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. 2019 ജൂണിലാണ് ഞാൻ ജോയിൻ ചെയ്യണത് സൺഡേ ബാച്ചിന്. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് 3rd ഗ്രേഡ് PWD ഇറിഗേഷൻ 3rd ഗ്രേഡിൻ്റെ എക്സാം ഡിക്ലെയർ ചെയ്യണത് നവംബറിലേക്ക്. അപ്പോൾ അതുവരെ സൺഡേ ബാച്ചിൽ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ അന്നൊരു സബ്ജക്റ്റ് പോലും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 മാസം കൊണ്ട് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ എക്സാം ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കരുതിയിരുന്നത് ആ എക്സാം, കാരണം ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് എക്സാമാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞൊന്നും ITIയുടെ സിലബസുമാണ്, എനിക്ക് വലിയ അറിവുള്ളൊരു സബ്ജക്റ്റുകളൊന്നും ആയിരുന്നില്ല. അപ്പം ആ എക്സാമിന് കിട്ടില്ല, അടുത്ത എക്സാം വരട്ടെ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ആ സമയത്ത് സൺഡേ ബാച്ചിൽ തന്നെ സാറ് വന്നിട്ട് എക്സാം ഡിക്ലെയർ ചെയ്തു. ഒരുപാട് വേക്കൻസി ഉള്ളതാണ്, കിട്ടാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഈ എക്സാമിന് വേണ്ടിയിട്ട് തന്നെ ഒരു മോർണിംഗ് ക്ലാസ് സ്പെഷ്യലായിട്ട് തുടങ്ങുന്നൊരു, പ്രത്യേകിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ രാവിലെ ഒരു 6-7 മണി മുതൽ 9 മണി വരെ 2-2.5 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ്സാണ് എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ സൺഡേ ക്ലാസ്സും ഉണ്ടാവും. അങ്ങനെ ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. അപ്പോൾ ക്ലാസ്സിന് വന്നു കഴിഞ്ഞപ്പോൾ ഷിൻഡോ സാർ തന്നെയായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന മോർണിംഗ് ക്ലാസ്. അതിൻ്റെ കൂടെ ക്ലാസ്സുകൾ പെട്ടെന്ന് സൺഡേ ക്ലാസ് പോലെ ഇലാബറേറ്റ് ആയിട്ടല്ല എടുത്തുകൊണ്ടിരുന്നത്, പക്ഷെ എന്നാലും ആവശ്യം വേണ്ട എല്ലാ പോയിന്റ്സുകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിന്റഡ് നോട്ട്സ് തരുമായിരുന്നു. അപ്പം ആ നോട്ട്സ് വെച്ചിട്ട് പെട്ടെന്ന് ക്ലാസ് തീർക്കും. അതിനനുസരിച്ച് സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരും ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, എത്ര ദിവസം ഏതൊക്കെ സബ്ജക്റ്റ് റിവിഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എക്സാമുകൾ ഉണ്ടാവും. ഓരോ സബ്ജക്റ്റ് തീരുമ്പോഴും ആ സബ്ജക്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിന്റഡ് തരുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സാം OMR വെച്ചിട്ടൊക്കെ തന്നെയുള്ള എക്സാം, OMRൻ്റെ രീതിയിലുള്ള ആൻസർ സ്ക്രിപ്റ്റൊക്കെയുള്ള എക്സാം നടത്തുമായിരുന്നു. നമുക്കത് ഈ PSC എക്സാം എഴുതുന്ന പോലെ തന്നെ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. നമുക്ക് കോച്ചിങ് ആ രീതിയിൽ തന്നെയായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ നവംബറിൽ എക്സാം കഴിഞ്ഞു അതിൻ്റെ ആൻസർ കീ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് ഉണ്ടായപ്പോൾ നല്ല റാങ്ക് ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ PWDയിലെയും ഇറിഗേഷനിലെയും രണ്ട് എക്സാം, എയ്ഡ് എക്സാം ഡിക്ലെയർ ചെയ്തു. അത് ഇതുപോലെ തന്നെ ഫെബ്രുവരിയിലേക്ക് ഒരു 3 മാസം ഗ്യാപ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതിന് നല്ല രീതിയിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഇതുപോലെ തന്നെ മോർണിംഗ് ക്ലാസ്സിന് പോയി കഴിഞ്ഞെന്നാൽ കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ ഞാനിരുന്നത്. പക്ഷെ ഈ എക്സാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഷിൻഡോ സാറ് വന്ന് സൺഡേ ക്ലാസ്സിൽ പറഞ്ഞു, എയ്ഡ് എക്സാമിന് വേക്കൻസി കുറവാണ്, നല്ല ടഫ് എക്സാമാണ്, നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പഠിച്ചാൽ പോരാ,
നമുക്ക് ഇങ്ങനെ ഫുൾ ഡേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. ചെറിയ ജോലിയുള്ളവരൊക്കെ ജോലി ഉപേക്ഷിക്കുന്നൊക്കെയുള്ള രീതിയിൽ സാറ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാറിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അങ്ങനെ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ഡേ ക്ലാസ്സിന്, അന്നും മോർണിംഗ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ 2.5 മണിക്കൂറിൻ്റെ, അല്ലാതെ ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ഡേ ക്ലാസ്സിന് തന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു ഉച്ചവരെയൊക്കെ ക്ലാസ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രിന്റഡ് നോട്ടും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും എക്സാമുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ മുൻപ് വർഷങ്ങളായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ കയ്യിൽ കൂടുതൽ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി നടത്തും. അങ്ങനെയൊക്കെ ചെയ്ത് ഫെബ്രുവരിയിൽ ഈ 2 എയ്ഡ് എക്സാമും കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാർക്സ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് 2020 മാർച്ചൊക്കെ ആയപ്പോഴത്തേക്കും കൊറോണയും കാര്യങ്ങളായി, ലോക്ക്ഡൗണായി, ക്ലാസ്സൊക്കെ നിന്ന് എക്സാമും നിന്നു പോയത്. പക്ഷെ എന്നാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സാറ് ഓൺലൈൻ ക്ലാസ് തുടങ്ങി. അപ്പോൾ അതിൽ ടച്ച് വിട്ടു പോവാതിരിക്കാൻ വേണ്ടി ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ എന്നൊക്കെ പറഞ്ഞ് ആ രീതിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കുറേശ്ശെ എക്സാമുകളും വന്നു തുടങ്ങി. അപ്പോൾ സാർ എന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ 3rd ഗ്രേഡിനാണേലും എയ്ഡ് എക്സാമിനാണേലും നല്ല മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് കിട്ടും എന്നുള്ള രീതിയിൽ നിർത്താം എന്നൊക്കെയുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് സാറ് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം, അത് അപ്പോയിൻമെന്റ് ലെറ്റർ വരുന്നത് വരെ, അല്ലെങ്കിൽ നമുക്കൊന്നിനും ഒരു കിട്ടും എന്നുള്ളതിന് കിട്ടും, പക്ഷെ എന്നാലും കിട്ടുന്നത് വരെ നിങ്ങൾ പഠനം തുടരണം, എക്സാം തുടരണം എന്ന് സാറ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് വേറെയും കുറേ എക്സാമുകൾ നടന്നു ആ സമയത്ത്. അങ്ങനെ 2021 ഏപ്രിൽ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ എഴുതിയ എക്സാമുകളുടെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഈ 3rd ഗ്രേഡിൻ്റെയും 2 എയുടെയും റാങ്ക് ലിസ്റ്റുകൾ ഏപ്രിലാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് നല്ല റാങ്ക് തന്നെ ഉണ്ടായിരുന്നു. PWD-Aക്ക് 32 റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ എനിക്ക് ആദ്യം അഡ്വൈസ് വന്നത് 3rd ഗ്രേഡിൻ്റെ അഡ്വൈസ് തന്നെയായിരുന്നു. അപ്പം എന്തായാലും അതിൽ ജോയിൻ ചെയ്യാമെന്നുള്ള രീതിയിൽ തൽക്കാലം അതിൽ ജോയിൻ ചെയ്തു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഇങ്ങനെ 32 റാങ്ക് ഉണ്ടായിട്ടും PWD-Aയുടെ അഡ്വൈസ് ഒക്കെ വളരെ മന്ദഗതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് 2023 മെയ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ അഡ്വൈസ് കിട്ടിയത്. പക്ഷേ ഈ കൊറോണ സമയത്ത് സാറ് പറഞ്ഞതുപോലെ തന്നെ പഠിച്ച എക്സാം എഴുതിയതുകൊണ്ട് ഞാൻ ഒരു 10 മെയിൻ ലിസ്റ്റുകളിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് 2nd ഗ്രേഡിൻ്റെ PWD ഇറിഗേഷനിൽ 2nd ഗ്രേഡിൻ്റെ ജോലിയും കൂടെ ഇതിനിടയ്ക്ക് PWD-A കിട്ടുന്നതിന് മുന്നേ എനിക്ക് 2nd ഗ്രേഡിൻ്റെ ജോലിയും കിട്ടി. ഞാൻ 3rd ഗ്രേഡിൽ 2nd ഗ്രേഡിലേക്ക് മാറുകയും ചെയ്തിരുന്നു. അപ്പം അന്ന് സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മത് അങ്ങനെ പഠിക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ 2nd ഗ്രേഡിൻ്റെ ജോലി കിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ 3rd ഗ്രേഡിൽ തന്നെ കുറേ കാലം കൂടെ തുടരേണ്ടി വന്നേനെ. അങ്ങനെ സാർ പറഞ്ഞതനുസരിച്ച് പോയതുകൊണ്ടാണ് പിന്നെ PWD-A എന്തായാലും കിട്ടിയത്. അവസാനമായി കഴിഞ്ഞപ്പോൾ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു, പക്ഷെ എന്നാലും കിട്ടി. സാർ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ജോലി കയ്യിൽ കിട്ടുന്നത് വരെ നമ്മൾ അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ സാറ് പറയുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എല്ലാ രീതിയിലുള്ള ഗൈഡൻസും കാര്യങ്ങളും, എക്സാമിനാണെങ്കിലും ഏത് രീതിയിൽ റിവിഷൻ ചെയ്യണം, ഏത് രീതിയിൽ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം എന്നൊക്കെയുള്ള കറക്റ്റ് ഗൈഡൻസ് സാർ എപ്പോഴും തന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും സാറിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ രീതിയിലൊരു കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമുക്കൊന്ന് ചിന്തിച്ചോ അല്ലെങ്കിൽ സംശയിച്ചോ നിൽക്കേണ്ട ഒരു ആവശ്യം വരില്ല. നമുക്ക് എന്ത് പ്രശ്നങ്ങളോ സങ്കടങ്ങളോ എന്തെങ്കിലും സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സാർ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തി തരുമോ. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ പോലും പഠിക്കാനുള്ള സമയമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടാണ് സാറ് ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും ചെയ്യുന്നത്. സാറ് തന്നെ ബിടെക്കിന് പഠിച്ചതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കഥകളും കുറേ മോട്ടിവേഷൻസും ഒക്കെ സാർ എപ്പോഴും തന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ പരീക്ഷ എടുത്തു, കുറച്ച് കാലമേ ഉള്ളൂ, നമ്മൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ പോലും
സാറിൻ്റെ ഗൈഡൻസും കാര്യങ്ങളും എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. വെച്ച് നോക്കുമ്പോൾ ചെറിയ സമയം കൊണ്ടാണെങ്കിൽ പോലും നമ്മളും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള പാത്ത് സാർ എന്തായാലും കാണിച്ചു തരും. അപ്പം അതിലൂടെ നമ്മളും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം ഉള്ളെങ്കിൽ പോലും നമുക്ക് ഒരു എയ്ഡ് എക്സാം ആണെങ്കിലും ക്രാക്ക് ചെയ്യാൻ സുഖമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. സമയം കുറവാണെന്നൊന്നും കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പഠിച്ച് നേടാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയമുള്ളെങ്കിലും പഠിച്ച് നേടാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ അനുഭവം അതാണ്. എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.